ഹലോ മക്കളെ, ഷമീം സാറാണ്. അപ്പോൾ +1 ഫസ്റ്റ് അലോട്ട്മെൻ്റ് ഒക്കെ വന്ന് ഒരുപാട് കുട്ടികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്. പകുതിയിൽ കൂടുതൽ കുട്ടികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി അഡ്മിഷൻ എടുക്കണം. ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾ സ്ഥിരപ്രവേശനം നേടിയിട്ടുണ്ടാവണം. ആ സമയത്ത് നിങ്ങൾ ഫീസ് അടക്കേണ്ടി വരും. ടെമ്പററി അലോട്ട്മെൻ്റ് ആണ്, അതായത് സെക്കൻഡ് ഓപ്ഷനായിട്ടോ തേർഡ് ഓപ്ഷനായിട്ടോ ഫോർത്ത് ഓപ്ഷനായിട്ടോ ഉള്ള സ്കൂളാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് എടുത്താൽ മതി. അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അടുത്ത അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ കിട്ടിയിട്ടുള്ള അലോട്ട്മെൻറ്റ് പോകുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതൊന്നും വേണ്ട. നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയെന്ന് വിചാരിക്കുക. ഞാൻ അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണെന്ന് വിചാരിച്ചാൽ ഈ 5ാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് പോകില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മാറ്റമൊന്നുമില്ല എന്നേ ഉണ്ടാവുള്ളൂ. അതായത് 5ൽ തന്നെ തുടരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ 4, 3, 2, 1 ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് മാറാനും ചാൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടിയില്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തോ. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ എന്താ പറയുക, ഇഷ്ടപ്പെട്ട സ്കൂളിലാണ് നിങ്ങൾക്ക് എന്താ പറയുക അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അവിടെ ഫീസ് അടച്ച് അഡ്മിഷൻ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടി വരും. ആ സമയത്ത് എന്തൊക്കെ ഫീസാണ്, എത്ര ഫീസാണ് നിങ്ങൾ കൊടുക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. വീഡിയോ അവസാനം വരെ കാണാം. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഫീസ് വിവരങ്ങളൊക്കെ പ്രോസ്പെക്ടസിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സയൻസ് വിഷയങ്ങൾക്ക് സയൻസ്, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഗ്രൂപ്പുകൾ പ്രത്യേകം ഫീസാണ്. ഇവിടെ നോക്കാം നമുക്ക്. അഡ്മിഷൻ ഫീസായിട്ട് 50 രൂപ തന്നെയാണ് ഏത് സ്ട്രീം എടുത്തു കഴിഞ്ഞാലും. പിന്നെ അതുപോലെ ലൈബ്രറി ഫീസ് ഉണ്ടാവും 25 രൂപ വീതം. കലണ്ടർ ഫീസ് ഉണ്ടാവും 25 രൂപ വീതം. അതുപോലെ വൈദ്യ പരിശോധന ഫീസ് 25 രൂപ വീതം. അതുപോലെ ഓഡിയോ വിഷ്വൽ യൂണിറ്റ് ഫീസ് 30 രൂപ വീതം. അതുപോലെ സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഫീസ് 75 രൂപ വീതം. സ്റ്റേഷനറി ഫീസ് 25 രൂപ വീതം. ഇതെല്ലാം എല്ലാവർക്കും കോമൺ ആണ്. അടുത്തത് അസോസിയേഷൻ ഫീസ് 25 രൂപ. അതുപോലെ യൂത്ത് ഫെസ്റ്റിവൽ ഫീസ് 50 രൂപ. അതുപോലെ മാഗസിൻ ഫീസ് 25 രൂപ. കോഷൻ ഡെപ്പോസിറ്റ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉടായ്പ കാണിച്ചാൽ അല്ലേ, അതായത് അവിടെ വെച്ച് നല്ല നാശനഷ്ടങ്ങളൊക്കെ വരുത്തുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കാൻ വേണ്ടിയിട്ടുള്ള അത് തിരിച്ച് കിട്ടും കേട്ടോ. കോഷൻ ഡെപ്പോസിറ്റ് തിരിച്ച് കിട്ടുന്ന പൈസയാണ് 150 രൂപ. കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് 100 രൂപ കേട്ടോ. അതെന്താ, സയൻസിന് കൂടുതൽ പ്രാക്ടിക്കൽ ലാബൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ടെസ്റ്റ് ട്യൂബൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതാണ് ഒരു 50 രൂപ ഏറെ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ലബോറട്ടറി ഫീസ്, ലബോറട്ടറി സൗകര്യം ആവശ്യമുള്ള വിഷയങ്ങൾക്ക് 50 രൂപ വീതം. ലാബ് ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ ആ വിഷയങ്ങൾക്ക് ഓരോന്നിനും 50 രൂപ വീതമാണ് കേട്ടോ. ഓക്കെ, പിന്നെ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ സൗകര്യം ആവശ്യമുള്ള വിഷയങ്ങൾക്ക് 50 രൂപ വീതം. അതായത് കമ്പ്യൂട്ടർ സയൻസും അതുപോലെ കമ്പ്യൂട്ടർ കൊമേഴ്സ് കോഴ്സുകളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ലാബ് സൗകര്യം ആവശ്യമുണ്ടെങ്കിൽ അതിനും 50 രൂപ വീതമാണ് എന്ത് ചെയ്യുന്നത്, ഫീസായിട്ട് ഈടാക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് മേജർ പോയിന്റിലേക്ക് വരാം. ഓക്കെ, മേജർ പോയിന്റ്. യെസ്, മെറിറ്റ് കോട്ട, മാനേജ്മെൻറ്റ്, കമ്മ്യൂണിറ്റി, അൺഎയ്ഡഡ് മുതലായ വിവിധ കോട്ടകളിൽ അപേക്ഷകർ സമർപ്പിക്കുന്നവരിൽ നിന്ന് അപേക്ഷാ രജിസ്ട്രേഷൻ ഫീസിനത്തിൽ 25 രൂപ ഈടാക്കി സർക്കാർ പൊതുഖജനാവിൽ ഒടുക്കേണ്ടതാണ്. പ്രവേശന നടപടികൾ ആരംഭിക്കുന്ന അവസരത്തിൽ ഫീസ് ഘടനയിൽ വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ പ്രസ്തുത ഫീസായിരിക്കും പ്രാബല്യത്തിൽ വരിക. ഫീസിൽ മാറ്റം വല്ലതും വരികയാണെങ്കിൽ അത് നമുക്ക് ഈ സൈറ്റിലൂടെ അറിയിക്കാൻ പറ്റും. ഇതുവരെ വന്നിട്ടൊന്നുമില്ല, അപ്പോൾ നിലവിലെ ഫീസ് തന്നെയാണ്. ഓക്കെ, SC, ST, OEC എന്നീ വിഭാഗങ്ങളിൽപ്പെട്ടവർ അപേക്ഷാ രജിസ്ട്രേഷൻ ഫീസ്, കോഷൻ ഡെപ്പോസിറ്റ് എന്നിവ ഒഴികെ മേൽ വിവരിച്ച ഫീസുകളൊന്നും അടക്കേണ്ടതില്ല. അതായത് SC, ST, OEC വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേറെ ഒരു ഫീസും ഇല്ല. ഏത് മാത്രമേ ഉള്ളൂ, രജിസ്ട്രേഷൻ ഫീസും കോഷൻ ഡെപ്പോസിറ്റും മാത്രമാണ് SC, ST, OECക്കാർ അടക്കേണ്ടതായിട്ടുള്ളത്. വേറെ ഒരു ഫീസും അവർ അടക്കേണ്ടതായിട്ടില്ല. ഓക്കെ, നിലവിലുള്ള വ്യവസ്ഥകൾ പ്രകാരം ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡർ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. സർക്കാർ ഉത്തരവിലെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള സംസ്ഥാനത്തെ സർക്കാർ ബാർ എയ്ഡഡ് സ്കൂളുകളിലെ PTA അംഗത്വം എല്ലാ രക്ഷിതാക്കൾക്കും വർഷം തോറും നിർബന്ധമാണ്. അതായത് PTA മെമ്പർഷിപ്പ് എല്ലാവരും എടുക്കണം. ആ മെമ്പർഷിപ്പിന് ഒരു ഫീസ് ഉണ്ടാവും. നോക്കാം. യെസ്, അംഗത്വ ഫീസ് ഹയർ സെക്കൻഡറി വിഭാഗത്തിന് പ്രതിശീർഷം 100 രൂപയാണ്. ഓക്കെ, 100 രൂപയാണ് വരുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നവർ എന്നീ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് അംഗത്വ ഫീസ് നിർബന്ധമില്ല. അതും തന്നെ നിർബന്ധിച്ച് വാങ്ങാൻ പാടില്ല എന്നാണ്. ആരിൽ നിന്നും, സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളിൽ നിന്നോ അല്ലെങ്കിൽ SC, ST വിഭാഗത്തിൽ നിന്നോ ഒന്നും എന്ത് ചെയ്യരുത്, ഈ ഒരു മെമ്പർഷിപ്പ് ഫീസ് വാങ്ങാൻ വേണ്ടി പാടില്ല. മേൽ പറഞ്ഞിട്ടുള്ള അംഗത്വ ഫീസും സർക്കാർ നിയമപ്രകാരം നിർദ്ദേശിച്ചിട്ടുള്ള ഫീസും അല്ലാതെ മറ്റൊരു ഫീസും ഒടുക്കുവാൻ രക്ഷിതാക്കൾ ബാധ്യസ്ഥരല്ലെന്നും അവരെ അതിന് നിർബന്ധിക്കാൻ പാടില്ലെന്നും പ്രസ്തുത മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ മുൻ വർഷത്തെ 3ാം ടേമിലെ PTA ജനറൽ ബോഡി യോഗം തീരുമാനിക്കുകയാണെങ്കിൽ സ്കൂളിലെ നടപ്പ് അക്കാദമിക വർഷത്തെ പ്രത്യേകം നിർവചിക്കപ്പെട്ടുള്ള അക്കാദമിക് ആവശ്യങ്ങൾക്കായി ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പരമാവധി 400 രൂപ വിദ്യാർത്ഥി രക്ഷിതാവിൽ നിന്നും ഫണ്ട് ശേഖരിക്കാവുന്നതാണ്. ഒരു രക്ഷിതാവിനെയും തുക കൊടുക്കാൻ, അതായത് മേൽ പറഞ്ഞിട്ടുള്ള 400 രൂപ കൊടുക്കാൻ നിർബന്ധിക്കുകയോ പ്രസ്തുത തുക കൊടുക്കാത്ത രക്ഷിതാവിൻ്റെ മകൾക്ക് അല്ലെങ്കിൽ മകന് സ്കൂൾ പ്രവേശനം നിഷേധിക്കുകയോ ചെയ്യാൻ പാടില്ല. ഈ 400 രൂപ പറ്റുന്നവരെന്ത് ചെയ്യുക, കൊടുക്കുക. നമ്മുടെ സ്കൂളിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ട് നമുക്ക് കൊടുക്കാം.
അതിന് പ്രയാസമുള്ള ആളുകളെ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിർബന്ധിക്കാൻ പാടില്ല. ഈ ഫീസ് അടച്ചില്ലെങ്കിൽ അഡ്മിഷൻ തരൂല, അങ്ങനെയൊന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു സ്കൂൾ അധികൃതരും പറയാൻ വേണ്ടി പാടില്ല എന്നാണ് പറയുന്നത്. ഇക്കാര്യം ഉറപ്പാക്കേണ്ട ചുമതല പ്രിൻസിപ്പലിനാണ്. 400 രൂപ നിരക്കിൽ PTA ഫണ്ട് കൊടുക്കുവാൻ ഏതെങ്കിലും രക്ഷിതാവിനെ നിർബന്ധിച്ചതായോ തുക നൽകിയില്ലെങ്കിൽ സ്കൂൾ പ്രവേശനം നിഷേധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായ പരാതി ഉണ്ടാകാതിരിക്കാൻ പ്രിൻസിപ്പൽമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ഇനി വെരി ഹൈലൈറ്റ്, അലോട്ട്മെൻറ്റ് ലെറ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഫീസ് അല്ലാതെ, ഓക്കെ, അലോട്ട്മെൻറ്റ് ലെറ്ററിൽ നിങ്ങൾക്ക് ഒരു ഫീസ് അടക്കേണ്ട ഫീസ് എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ടാവും. അതല്ലാതെ മറ്റൊരു ഫീസും സ്കൂളുകളിൽ നൽകേണ്ടതില്ല. ഓക്കെ, നിങ്ങളുടെ അലോട്ട്മെൻറ്റ് വ്യക്തമായിട്ട് വായിച്ചു നോക്കുക. അതിലുണ്ടാവും നിങ്ങൾ എത്ര രൂപയാണ് ഫീസായിട്ട് അടക്കേണ്ടതെന്ന്. അതിലപ്പുറം ഒരു പൈസ പോലും എന്ത് ചെയ്യേണ്ടതില്ല, നിങ്ങൾ സ്കൂളുകളിൽ കൊടുക്കേണ്ടതില്ല. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പ്രസ്തുത ഫീസുകളേക്കാൾ ഉയർന്ന നിരക്കിൽ ഫീസ് ഈടാക്കുകയോ സ്കൂൾ ഡെവലപ്മെൻറ്റ് ഫണ്ട് മറ്റിനങ്ങൾ എന്നിങ്ങനെ അനധികൃതമായി പിരിവ് നടത്തുന്നതായോ ശ്രദ്ധയിൽപ്പെട്ടാൽ അത്തരം സ്കൂൾ അധികാരികൾക്കെതിരെ കർശനമായ അച്ചടക്ക നടപടി കൈക്കൊള്ളുന്നതായിരിക്കും. ഗവൺമെൻറ്റിൻ്റെ സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ട്. അതുകൊണ്ട് ഫീസിൻ്റെ കാര്യത്തിൽ ആരും എന്ത് ചെയ്യേണ്ട, ആശങ്കപ്പെടേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, അധികാരികളിലേക്ക് നിങ്ങൾക്ക് പരാതി അറിയിക്കാവുന്നതാണ്. ഓക്കെ, യെസ്, റെഡി. അപ്പോൾ അത്രയാണ് നമ്മുടെ ഫീസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, ഈ നമ്മുടെ അലോട്ട്മെൻറ്റ് ലെറ്ററിലുള്ള ഫീസ് എത്രയാണെന്നുള്ളത് നോക്കുക. അതിനനുസരിച്ച് ഫീസ് എന്ത് ചെയ്യുക, കൊണ്ടുപോവുക. പിന്നെ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. SC ST OEC വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഫീസ് അടക്കേണ്ടതില്ല. കോഷൻ ഡെപ്പോസിറ്റും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീസും മാത്രമേ അടക്കേണ്ടതുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഫീസുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും ഇതോടുകൂടി തീർന്നിട്ടുണ്ടാവണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.